കണ്ണീർക്കടലായി കരൂർ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 40ആയി. ഭൂട്ടാൻ വാഹനക്കടത്തിന് പിന്നിൽ വൻ രാജ്യാന്തര വാഹന മോഷണ സംഘം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. പ്രചരണ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 40ആയി. പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നേടിയ കരൂർ സ്വദേശിയായ കവിനാണ് അല്പസമയം മുൻപ് മരിച്ചത്. ഇയാൾ ഇന്നലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങി പോയിരുന്നു. വീട്ടിലെത്തിയ ശേഷം നെഞ്ചുവേദന അനുഭവപ്പെട്ട ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. 111ഓളം പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. വാഹനക്കടത്തിനു പിന്നിൽ വൻ രാജ്യാന്തര വാഹന മോഷണ സംഘം. ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്തെന്ന പേരിൽ കേരളത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനിടെ വിറ്റത് 200ഓളം വാഹനങ്ങളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ വഴി കടത്തിയെന്നും സംശയിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം പുകയുന്നു. അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന ആവശ്യം ശക്തമായി നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാനാണ് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം. അബിൻ വർക്കിയെ പിന്തുണച്ച സംസ്ഥാന സെക്രട്ടറിമാരായ TM മനീഷ്, ഷഹനാസ് സലാം, MP സുബ്രഹ്മണ്യൻ എന്നിവർ രംഗത്തെത്തി. സ്വത്ത് തർക്കത്തെ തുടർന്ന് അമ്മയെ മർദ്ദിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. പുതുപ്പാടി സ്വദേശി ബിനീഷാണ് അറസ്റ്റിലായത്. മദ്യലഹരിയിലായിരുന്ന ബിനീഷ് അമ്മയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിവരം. സ്വത്ത് എഴുതി നൽകാത്തതിൽ പ്രകോപിതനായാണ് മർദ്ദനം. മലപ്പുറത്ത് സ്വകാര്യ ബസ്സിൽ 13 വയസ്സുകാരനു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. കീഴ്ശ്ശേരിയിൽ നിന്നും സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത മദ്രസ അധ്യാപകൻ അലി അസ്കർ പുത്തലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 20-ന് വൈകിട്ട് കീഴ്ശ്ശേരിയിൽ നിന്നും ബസ് കയറിയ കുട്ടിയെ ബസ്സിലുണ്ടായിരുന്ന പ്രതി തന്റെ അടുത്തിരുത്തി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ഗാസയിൽ ഇസ്രയേൽ ഞായറാഴ്ച പുലർച്ചെ മുതൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 24 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇതിൽ മധ്യ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്ത്രീകളും കുട്ടികളും അടക്കം 10ഓളം പേർ ഉൾപ്പെടുന്നു. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സ്വയം പ്രഖ്യാപിത ആൾദൈവം ചൈതന്യാനന്ദ സരസ്വതി എന്ന സ്വാമി പാർത്ഥസാരഥി ആഗ്രയിൽ വെച്ച് അറസ്റ്റിലായി. ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് റിസർച്ചിന്റെ മുൻ ചെയർമാനാണ് ചൈതന്യാനന്ദ. ഇവിടുത്തെ വിദ്യാർത്ഥികളെയാണ് പീഡനത്തിന് ഇരയാക്കിയത്. മലയാള സിനിമാ സ്വാദകർക്ക് ആവേശകരമായ പ്രഖ്യാപനമായിരുന്നു ലോക ചാപ്റ്റർ 2-ന്റേത്. ചാത്തന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ടീസർ 24 മണിക്കൂറിനുള്ളിൽ 3 മില്യണിലധികം കാഴ്ചക്കാരെ നേടി. മലയാള സിനിമയ്ക്ക് പുത്തൻ കാഴ്ചാവിസ്മയം സമ്മാനിച്ച ലോകയുടെ 2ാം വരവ് കഴിഞ്ഞ ദിവസമായിരുന്നു ദുൽഖർ സൽമാൻ അറിയിച്ചത്. ഒപ്പം ത്രില്ലിംഗും രസകരവുമായൊരു അനൗൺസ്മെന്റ് വീഡിയോയും ടീം ലോക പുറത്തിറക്കിയിരുന്നു. റെസ്റ്റോറന്റിലിരുന്ന ബന്ധുവായ സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മകളെ വെടിവെച്ചു കൊന്ന പിതാവ്. UPയിലെ അസംഗഡിലാണ് ദുരഭിമാന കൊലപാതകം നടന്നത്. വെടിവെപ്പിൽ സുഹൃത്തിനും പരിക്കേറ്റു. അസംഗഡ് ജില്ലയിലെ ദേവ്ഗാവിലെ ഒരു ഭക്ഷണശാലയിൽ വെച്ചായിരുന്നു സംഭവം. അഫ്ഗാനിസ്ഥാനിലും പരിസരത്തും സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെ എതിർത്ത പാകിസ്ഥാനും റഷ്യയും ചൈനയും ഇറാനും കാബൂളിന്റെ പരമാധികാരത്തെയും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെയും മാനിക്കണമെന്നാണ് ആവശ്യം. അഫ്ഗാനിസ്ഥാനിൽ സൈനിക സാന്നിധ്യം സ്ഥാപിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് ഈ രാജ്യങ്ങളുടെ എതിർപ്പ്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.